വിക്രം മരിക്കുമോ? അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പവിത്രം 2-ൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണല്ലോ നമ്മുടെ വിക്രം. ഇതേ സമയം വിക്രത്തെ വകവരുത്താനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ശ്രീകുമാർ ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് തൻ്റെ അമ്മായിയച്ഛനെ ഇല്ലാതാക്കിയതുപോലെ അവനെയും ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയാണ് ശ്രീകാന്തിനുള്ളത് എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ശ്രീകാന്താണെങ്കിൽ വിക്രത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തൻ്റെ ഒരുവിധം എല്ലാ തലവേദനയും തീരും. പിന്നെ വേദയെ കണ്ടുപിടിക്കണം, വേദയെയും ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്ത കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ജയിൽ പുള്ളികൾക്ക് ഒരുപാട് കാശ് എറിഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ ജീവനെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ് ശ്രീകുമാർ. ഇതേ സമയമെങ്കിൽ വിക്രം അത് മനസ്സിലാക്കുകയും അവരുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒടുവിൽ ശ്രീകാന്തിൻ്റെ ഗുണ്ടയുടെ കയ്യിൽ നിന്നും തലക്കടികൾ കൊള്ളുന്നുണ്ട് നമ്മുടെ വിക്രത്തിന് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം വിക്രമാണെങ്കിൽ രക്ഷയ്ക്കായിട്ട് ഓടി നമ്മുടെ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ നമ്മുടെ വിക്രമാണെങ്കിൽ അതിൽ നിന്നും നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെടുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം തൻ്റെ അറ്റംപ്റ്റ് ഫെയിലായി നിറഞ്ഞ ശ്രീകുമാറിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക. എന്തായാലും അവനെ വകവരുത്തിയേ മതിയാവുകയുള്ളൂ എന്ന ചിന്തയിലേക്ക് ശ്രീകുമാർ എത്തുന്നത് കൊണ്ട് തന്നെ വീണ്ടും പണം കൊടുത്ത് വീണ്ടും ഒരു സംഘത്തെ അയക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട് ശ്രീകുമാർ. അത് എങ്ങനെയെങ്കിലും വിക്രത്തെ ഇല്ലാതാക്കണം. ഒടുവിൽ വേദയെയും കൂടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ സ്വത്തുക്കളൊക്കെ സുഖമായിട്ട് തനിക്ക് കിട്ടുമെന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ ശ്രീകുമാറിനുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ വിക്രത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം എല്ലാം തകിടമറിഞ്ഞു പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കണ്ടിരുന്ന് കാണാട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, തുടർന്നും റിവ്യൂ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എന്തായാലും ഉടനെ തന്നെ വരാൻ പോവാണ് 2ാം ഭാഗം. അപ്പോൾ അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ അറിയിക്കാം.